വിളിച്ചിട്ടും കുണ്ടൻ ഗേ ഒരുപാട് ബോഡി കാണിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇടുമ്പോ എനിക്ക് തോന്നുന്നത് ഗേൾസിനൊക്കെ ബോയ്സാ വരുന്നത്. ജാൻമണി ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, രഞ്ജിമാർ, അതൊക്കെ കൊച്ചിയിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ കുറച്ച് മുമ്പ് ഷിയാസ്കരീമ വിളിച്ചിരുന്നു. മലപ്പുറത്ത് അങ്ങനെ ആ ഒരു ചിന്താഗതിയുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. വൈഫിന്റെ കയ്യിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകും. ഇടയ്ക്ക് മിങ്കിളാവും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതിൽ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ റീഡ് ചെയ്യുന്നത് പഴുവായിരിക്കും. ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ലഹരിക്കടിമപ്പെട്ട് പെറ്റ വയറിന്റെ കൊരവള്ളി അറുക്കുന്ന യുവാക്കളുള്ള നാടായി മാറിയിരിക്കുകയാണെന്ന് നമ്മുടെ കേരളം. ലഹരിക്കെതിരെ അവബോധ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സായ റൌഫ്, മുനീർ, ഫസൽ, ഷാൻ ഇവരാണ് ഇന്ന് നമ്മുടെ അതിഥി. അപ്പോൾ നമസ്കാരം. നിങ്ങൾ എന്താ പറയാ, ഭയങ്കര നമ്മളിന്ന് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ, ലഹരിക്കടിമപ്പെട്ട് ഉമ്മയെന്നോ ഉപ്പയെന്നോ ഒന്നും നോക്കാതെ അവരെ കൊന്നു കളയുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം? എന്താണ് ഇതൊക്കെ കണ്ട് മടുത്തിട്ടാണോ? ഇത് തുടങ്ങുമ്പോൾ ഞങ്ങൾ കുറേ കോമഡി റീൽസ് ഒക്കെ ചെയ്തിങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് വേണമെന്നുള്ള ഒരു ചിന്താഗതിക്ക് മാറിയത്. അപ്പോഴാണ് കേരളത്തിൽ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു തലമുറ. അപ്പോൾ അവർക്ക് വേണ്ട ക്യാപ്സൂളാക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ റീൽസ് എടുക്കാന്നുള്ള രീതിയിലേക്ക്, അതിന് ഒരു ബോധവൽക്കരണം കൊടുക്കാന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് തീരുമാനിച്ചതാണ്. നിങ്ങൾ 4 പേരും നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. പിന്നെ തീർച്ചയായും 4 ഏരിയയിലാ, പക്ഷെ എല്ലാത്തിനും ഒരുമിച്ചാ. അപ്പം എന്താണ് ഈ ഒരു തോട്ട് ആരുടെ? ഇങ്ങനെ റീല് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം റീല് ചെയ്യുക, ഇങ്ങനെ സോഷ്യൽ മെസ്സേജ് നൽകുന്ന റീല് ചെയ്യാന്നൊക്കെ ഇതിൽ ആർക്കാ ശരിക്കും തോന്നിയത്? സോഷ്യൽ മെസ്സേജ് എന്ന് വെച്ചാൽ ഞാനും ഇവനും നാട്ടിൽ നിന്ന്, ഞങ്ങൾ അയൽവാസികളാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കോമഡി റീൽസ്, ഫൈറ്റ് സീന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഇവൻ എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇവനക്ക് നല്ല താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ആദ്യം ഇവനെ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഇവനക്ക് ഞങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തിരുന്ന വീഡിയോ പിന്നെ ആഴ്ചയിൽ ഓരോ ദിവസം ചെയ്യാനുള്ള ഒരു പ്രചോദനം അത് ഇവനായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യണം എന്നുള്ളൊരു ഇത് വന്ന്, അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ പ്രേക്ഷകരെല്ലാം കണ്ടിട്ടുണ്ടാവും. ഏറ്റെടുത്തു ഒരുപാട് ആൾക്കാരായി റിവ്യൂ ചെയ്തിരിക്കുന്നു. ആ മില്യൺ വ്യൂ, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ മില്യൺ വ്യൂസാ. അതിന് മുന്നേ ഞാൻ ആ ലഹരി വീഡിയോനേക്കാണ് കൂടുതൽ ആൾക്കാർ കണ്ടത്. ഞാൻ ഉൾപ്പെടെ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാ, ശരിക്കും പറഞ്ഞ ഇതാണ് അലാറം സെറ്റ് ചെയ്യുന്ന ഈ വീഡിയോ ആണ് കണ്ടത്. പക്ഷെ ശരിക്കും പറഞ്ഞ ഇത് ഞാനും ലൈക്ക് ചെയ്ത് വിടുന്നത് നിങ്ങളാണെന്ന് ഇപ്പോഴാണ് ശരിക്കും ഈ വീഡിയോ ലഹരിക്കെതിരെയുള്ള വീഡിയോ ചെയ്തപ്പോഴാണ് എല്ലാവരും പിന്നെയാണ് ആ ഒരു ഇതിക്ക് പ്രൊഫൈലിക്ക് കയറി നോക്കുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് 41 മില്യൺ അല്ലേ. അപ്പോ അന്നേരം നിങ്ങൾക്ക് കിട്ടാത്തൊരു അപ്രീസിയേഷൻ ആണ് ഇപ്പൊ കിട്ടുന്നത്. റെക്കഗ്നൈസേഷൻ കിട്ടി. അന്ന് ഒരുപാട് വ്യൂസും കാര്യങ്ങളും പോയി. ഇന്ന് നമ്മളെ സംഭവമാണ്. അതെ അതെ, ഈ ഒരു കറന്റ് ഇഷ്യൂ റിലേറ്റ് ചെയ്തതായതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനത്തെ വീഡിയോ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒന്നുകൂടെ എന്താ പറയാ, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ ട്രൂ ഇൻസിഡൻസിന് മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി റിലേറ്റ് ആവും ആൾക്കാർ. നിങ്ങള് ശരിക്കും ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഡെയിലി ഉപയോഗിക്കും. ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ലഹരിക്കെതിരെ ചെയ്യുക, ഇതിൽ തന്നെ കമന്റ് ഏകദേശം ഒരു 6000-7000 കമന്റ് വന്നതില് ഒരു 5900 സംതിങ്ങും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ വളരെ വൾഗറായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട്. അത് ഏതാ വിഭാഗം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ തെറി പറയും. ഈ ഒരു അവയർനെസ് കൊടുത്തതിന് വീട്ടുകാരൊക്കെ തെറി പറയേണ്ട ആവശ്യം എന്താന്നുള്ളത്. അപ്പൊ അവരാ ചിന്താഗതി നമ്മൾ ചിന്തിച്ചു. ഞങ്ങളത് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് പേഴ്സണായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഏതല്ലോ അറിയാത്ത ആൾക്കാര്, DP ഇല്ല, പേരില്ല, അത് എന്ത് തിരിച്ച് നമ്മളെ ഇത് ചെയ്യാം. നിങ്ങൾ ചെയ്തതിന്റെ അല്ല ചെയ്തതിനെ ഇതാക്കിയിട്ട് നിങ്ങളങ്ങനെ ചെയ്യാൻ കാരണം അതും ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഒരു ഭീഷണി പോലെ അങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്. കാരണം നമ്മളിത് ഇത് ഒഴിവാക്കുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതില് ഒരുപാട് അഡിക്റ്റ് ആയ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് അവരങ്ങനെ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളത് മെയിൻ ആക്കുന്നില്ല. നമുക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് അവിടെ വരുന്നുണ്ട്. നമ്മളെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ.
അപ്പോ നിങ്ങള് രണ്ടുപേരും മിണ്ടാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഷാൻ ഒരു ഞങ്ങളിൽ കൂടുതൽ ഏറ്റവും നല്ല സെലിബ്രിറ്റിയാണ് അവന്. സെലിബ്രിറ്റിയാണ്, മോഡലാണല്ലേ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 828 ഫോളോവേഴ്സ് ആയിട്ട് ഞാൻ റീൽ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവന് അന്ന് 60K ഫോളോവേഴ്സ് ആയിട്ട് വരുന്നത്. ഞങ്ങൾ തമ്മിൽ കണക്ട് ആവുന്നത്. അപ്പൊ ഫോളോവേഴ്സ് കൂടുതലുണ്ടാവും, കുറച്ചുകൂടി റീച്ച് പറയാലോ. ഇപ്പൊ എനിക്ക് 700 ഫോളോവേഴ്സിൽ ഇപ്പൊ 7000 8000 ആയത് ഈ ഒരാൾ കാരണം മാത്രമാണ്. തീർച്ചയായും നമ്മൾ പറയണം, കാരണം നമ്മളെ വളർച്ച ആരിലൂടെയാണെന്നുള്ളതൊക്കെ മിനിമം വ്യൂ അവന്റെ കിട്ടും. ബാക്കി കണ്ടന്റ് ബേസ് ചെയ്തിട്ട് അങ്ങനെ കയറി പോകും. അങ്ങനെയല്ല, ഞങ്ങള് ഇത് തുടങ്ങുമ്പോ ഞാൻ ഈ മോഡലിംഗ് ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ആൽബത്തിൽ അഭിനയിച്ചിട്ട് നടനാണ്, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവര് വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ വന്നത്. അപ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കിട്ടിയപ്പോൾ ഞങ്ങൾ കണക്ട് ആയി, അല്ലാണ്ട് കണക്ട് ആയി. അതിനുശേഷം ഞാൻ ദുബായ് പോയതിന് ശേഷമാണ് ഇവന് റീൽസ് അത്യാവശ്യം ആയതിനു ശേഷം ആഗ്രഹത്തിന് പുറത്ത് ഇവനോട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഞാൻ നാട്ടിൽ നമ്മുടെ പയ്യന്മാരുടെ കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പൊ നമ്മള് ആളുകളില്ല, ഗൾഫിലും അതേപോലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നും തിരക്കിലാണ്. അപ്പൊ പിന്നെ ഉള്ളത് വെച്ച് നമ്മൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാ. പക്ഷെ പറ്റിയൊരു വൈബുള്ള ആൾക്കാർ വേണം. എന്നോട് എപ്പോഴും ചോദിക്കും എന്താ പക്ഷെ അതൊക്കെ പുറത്താണ്. എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഓഡിയൻസ് ഒക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കാണുമ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്നോട് ലുലുമോൾ എന്ന് ചോദിച്ചു, ലുലുമോൾ ആരോ നോക്കണ്ടോ? ഞാൻ പറഞ്ഞു അത് ഓട്ടറുള്ള ഷർട്ട് ഇട്ടിട്ട് നമ്മളൊന്നും ആരും അറിയില്ല. ഭയങ്കര പേടിയാണ്. പിന്നെ മാത്രമല്ല, ഞങ്ങളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ ഞങ്ങൾ ആഴ്ചയിൽ 6 ദിവസം സ്വന്തം വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി വർക്ക് ചെയ്തിട്ട് നമ്മളെ സന്തോഷത്തിന് വേണ്ടി ഒരു ഞായറാഴ്ച ഞങ്ങൾ മാറ്റിയിട്ട് ആ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഒരാഴ്ചക്കുള്ള റീൽസും കാര്യങ്ങളും ചെയ്യുന്നത്. ഒറ്റ ദിവസം. കാരണം അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം 6 ദിവസം വർക്കിംഗ് ആണ്. എല്ലാവരും വീട് വിട്ട ഫാമിലിക്ക് നമ്മളെ ഏണിങ് നിർബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം നടക്കൂല. അപ്പൊ ആ ഒരു പരിമിതി ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ കല്യാണം കഴിച്ചവരുള്ളത് അല്ലേ? നിങ്ങൾ ബാച്ചിലേഴ്സ് ആണ്. അപ്പൊ എന്താ സിംഗിൾ ആണോ? അല്ല, മോഡലൊക്കെ ആയതുകൊണ്ട് കുറെ പെൺപിള്ളേരൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സ്റ്റാറ്റസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയില്ല. ആണോ? അങ്ങനെയൊന്നുമില്ല, കമ്മിറ്റഡ് ആയിരുന്നു. പിന്നെ ഇപ്പോ എന്താണ് കുറച്ച് പ്രശ്നങ്ങൾ കാരണം ലവ് ബ്രേക്കപ്പ് ഒക്കെ ആയേക്കോണോ? ഇല്ല, അതിനെ പറ്റി സംസാരിക്കാൻ നല്ലേ. ഓ, പ്രണയത്തെ കുറിച്ച് സംസാരിക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ ഒന്ന് പ്രേക്ഷകർ ഇപ്പൊ എന്താ പറയാ, ഫോളോവേഴ്സ് ഒക്കെ പെൺപിള്ളേരൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കാറുണ്ട്. എനിക്ക് അയക്കുന്ന ഒരു പെണ്ണിന്റെ ആരായി ഓരോ എടുത്ത് നോക്കിയാല് മ്യൂച്വൽ ഫണ്ട് ആയിട്ട് ഇവനെ കാണാം. തീർച്ചയായും അവിടുന്ന് വന്നതാണ്. അതല്ല, അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ റീഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു വിശ്വാസമായി. ഞാൻ കല്യാണം കഴിഞ്ഞ പാടെ അങ്ങോട്ട് കൊടുത്തതാണ്. അതാണ് പോക്ക് നല്ലോണം പോകണം എന്നുണ്ടെങ്കിൽ വൈഫിന്റെ അടുത്തത് വേണം. സംഭവം വീട്ടിൽ കയറ്റില്ല. വൈഫിന്റെ കയ്യിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകും. എല്ലാം മറ്റേ എപ്പോഴോ അടിച്ചു വിരിഞ്ഞു കണ്ട മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ പെൺപിള്ളേരൊക്കെ എന്താ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഈ റീലൊക്കെ വൈറലായി കഴിഞ്ഞതിന് ശേഷം? ഞാൻ ആമ്പിള്ളേരെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യം. ആമ്പിള്ളേരോടാണോ? ഒരുപാട് ഇപ്പൊ ഇന്നലെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ ആയിട്ടില്ല, പക്ഷെ നമ്മളിതിലെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹമുള്ള തീർച്ചയായും നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ഇട്ട അതിന്റെ കമന്റിൽ വരും ആദ്യം ഇവന്മാരൊക്കെ ആരുടെ എന്ന് ചോദിക്കും. സ്വാഭാവികം, കാരണം നമുക്കറിയാം നമ്മളെ വളർച്ച എത്രത്തോളാണുള്ളത് എന്നുള്ളതൊക്കെ. നമ്മള് കുറച്ച് വീഡിയോ ചെയ്താൽ റീച്ച് ആയി മില്യൺ അടിച്ച് അത്രേ ഉള്ളൂ. ഒരുപാട് പോപ്പുലർ ആയിട്ടൊന്നുമില്ല നമ്മള്. ഇതിപ്പോ നിങ്ങൾ പോപ്പുലർ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ 40 മില്യൺ ഒക്കെ കണ്ട ആൾക്കാർ ശരിക്കും നിങ്ങളുടെ വീഡിയോ എല്ലാം നോക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നോക്കുമ്പോൾ മില്യൺ വ്യൂസ് ആണ്. പക്ഷെ എന്താ പറയാ, നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കുറച്ചൊരു ലേറ്റ് ആവുമല്ലോ അല്ലേ? സ്ട്രഗിളിംഗ് പീരീഡ് ആണ്. അപ്പൊ അത് ഇങ്ങനെ പീക്ക് എത്തും.
ഒരു ലെവലിൽ എത്താൻ. അല്ല പെട്ടെന്ന് ഉയർത്തി ആരും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ നമ്മളിതില് ഓരോ ക്യാരക്ടറും ചെയ്യാൻ ഈ 4 ആളെ കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഏത് കോമഡി ആയി സീരിയസ് ആയതൊക്കെ ഇവനല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ അങ്ങനെ 4 ആൾക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആ സ്ട്രക്ചർ അല്ല ആൾക്ക് പൗഡർ ഇട്ട് പിന്നെ പൗഡർക്ക് ഊരാൻ പറ്റിയിട്ടില്ല. മുടിയൊക്കെ നനച്ചിട്ട് ആൾക്കത്ര ചേർച്ചയുള്ളു. അതില് പ്രായം കൂടുതൽ പോകാനാണ്. പ്രായം കൂടുതല് പിന്നെ 27 വയസ്സായെന്ന്. പിന്നെ കുട്ടിയുടെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാനേ ചെയ്യും. കുട്ടിയാവുമ്പോ 27 ആയിന്നാ പറഞ്ഞത്. കുട്ടിയാവുമ്പോ കുട്ടിക്ക് ഇപ്പൊ 7 വയസ്സായി. ഫാമിലിയിലേക്ക് പറയട്ടെ. ഒരു മോളുണ്ട്, വൈഫ് ഷബ്ന, മോള് ടിയ. ടിയ. ടിയ മോള് എത്ര വയസ്സായി? 3.5 വയസ്സ്. 3.5 വയസ്സ്. അപ്പൊ ഒരു എന്താ പറയാ ഒരു അച്ഛൻ ആയതുകൊണ്ട് ആ, തീർച്ചയായും. ഒരു മോളുണ്ടാ. ആ മോളുണ്ട്. എനിക്ക് 1.5 വയസ്സുള്ള ഒരു മോളുണ്ട്. പേര് ഇവായിഫത്ത്. വൈഫിന്റെ പേര് ഷംല. ഷംല. അപ്പൊ വൈഫ് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമല്ലേ വയസ്സായ? തീർച്ചയായും എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഏറ്റവും സപ്പോർട്ട് ഡ്രസ് വരെ വെച്ച് തരും. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് 6 to 9 മണിയാണ് ഞങ്ങൾ മറ്റുള്ള എൻഗേജ്മെന്റ് ചെയ്യണല്ലോ. അപ്പോ വൈഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് തരും. വൈഫിന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഈ റീൽസ് തുടങ്ങിയപ്പോ തന്നെ സെലിബ്രിറ്റി വരുന്നത്, നമ്മളെ നാട്ടിൽ സെലിബ്രിറ്റി വരുന്നത്, അങ്ങനെ കളിയാക്കുന്നുണ്ട്. നമ്മള് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അല്ല കളിയാക്കിയാലും നമ്മളതൊരു പോസിറ്റീവ് മൈൻഡ് അങ്ങനെ എടുക്കുന്നു. നാട്ടിലൊക്കെ നടക്കുമ്പോ നടന്മാര് വരുന്നുണ്ട്. നമ്മൾ ഏതൊരു കഫേയിലേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോ നടന്മാരുണ്ട്, സെൽഫി വരോ. അല്ല അത് അവരെ കുറ്റം പറയുന്നില്ല. രീതി അവര് അതൊക്കെ ഒരു പ്രചോദനം. നമ്മൾ അങ്ങനെ എടുക്കുന്നുള്ളൂ, പോസിറ്റീവ് എനർജി ആയിട്ട്. ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ സമ്മാനം. പറഞ്ഞ പോലെ മുരളി മുരളി ഏറ്റവും വലിയ. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു കുറവ് എന്തെന്ന് വെച്ചാല് ഫീമെയിൽ ക്യാരക്ടർ ഇല്ല. അപ്പൊ അത് സെറ്റ് ആയി ഏകദേശം നമ്പറൊക്കെ ഓക്കെ കേട്ടോ. അപ്പൊ അത് ഏതായാലും എനിക്ക് സന്തോഷമായി. നിങ്ങൾ അവിടെ വരണമെന്നുള്ളൂ, ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലേ? മലപ്പുറത്തേക്ക് വരണം. ഈ കണ്ണൂർ അല്ലെങ്കിൽ മലപ്പുറം. അപ്പോൾ നിങ്ങൾ 4 പേരും മലപ്പുറത്താണ്. നമുക്കറിയാം മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിം ഏരിയ ഉള്ളൊരു കുറേ മുസ്ലിംസ് ഉള്ള സ്ഥലമാണ്. അവർക്ക് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് എല്ലാവരും. അപ്പോൾ അവരിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് എത്രത്തോളം നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും? ഇപ്പം പറഞ്ഞില്ല കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ, അതെങ്ങനെയാണ് ആ ഒരു സഫറിങ്സ്? മലപ്പുറത്ത് അങ്ങനെ ആ ഒരു ചിന്താഗതിയുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. പക്ഷെ കൂടുതൽ ഇപ്പം എൻ്റെ പെങ്ങളെ വീട് അതിനായിട്ട് ഒഴിച്ചു തന്നിട്ട് ഞങ്ങൾ 90% റീൽസ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം സിസ്റ്റർ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് എൻ്റെ വീട്ടില് ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫ് സപ്പോർട്ട് ചെയ്യും. ഉമ്മാക്ക് ഇതറിയില്ല, ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്ന് പറയും. രാവിലെ എണീറ്റ് പോകും, അതൊക്കെ ഓക്കെ. പിന്നെ എൻ്റെ മൂത്തച്ഛി, എൻ്റെ ജ്യേഷ്ഠന്മാർ ആരും എതിർപ്പില്ല. വലുതായിട്ട് സപ്പോർട്ട് എന്നല്ല, എന്നാലും എതിർപ്പില്ല. നമ്മളിത് ചെയ്യുന്നതിനൊന്നും വലിയ എതിർപ്പില്ലാത്തൊരു ഫാമിലിയാണ്. ഫസലിന്റെ വീട്ടില് നമ്മൾ പിന്നെ റീല് ചെയ്യണോണ്ട് അതിന് എതിർപ്പൊന്നുമില്ല, പറഞ്ഞിട്ട് തന്നെയാണ് പോലും. പിന്നെ ഇനിയിപ്പോൾ നമ്മള് വലിയ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ കൂടി വീട്ടിൽ നിന്ന് അങ്ങനെ എതിർപ്പുണ്ടോന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. ഇനിയിപ്പോ എനിക്ക് ഇറങ്ങി തിരിച്ചാൽ ഇതൊക്കെ അറിയാൻ പറ്റും. റീല് ചെയ്യുമ്പോ എതിർപ്പില്ല, പക്ഷെ ഒരാൾക്ക് എന്താ പറയാ ഷാന്റെ വീട്ടില് ഭയങ്കര എതിർപ്പാ അല്ലേ? ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു അല്ലേ? എങ്ങനെയാണ് ആ സ്റ്റോറി? വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ടല്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അവരങ്ങനെയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ സിറ്റുവേഷനും അവർ അങ്ങനെ ചെയ്യിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡിഫറെൻ്റാണ്. ഞാനിവിടെ കൊച്ചി വന്ന് പഠിച്ചതും എനിക്ക് കുറേ ആഗ്രഹങ്ങൾ, എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആക്ടർ ആവാനുള്ള ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതിലോട്ടൊരു എൻട്രിന്ന് വെച്ചാണ് റീൽസൊക്കെ തുടങ്ങിയതും അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടുകാർ ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ ആൽബംസ് ഒക്കെ ചെയ്ത സമയത്ത് വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? അതാണ് പ്രശ്നമായത്. അത് അവർക്ക് ഈ ഗേൾസിനായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. അത് ഗേൾസുമായിട്ട് മിങ്കിൾ ചെയ്യരുത്. പക്ഷെ ഷാനാണ് അതില്ലാതെ പറ്റില്ല. ഗേൾസുമായിട്ട് കോമ്പിനേഷൻ സീനൊക്കെ വരുമ്പോ അത് ആ രീതിയിൽ അക്സെപ്റ്റ് റൊമാൻറ്റിക് ഹീറോ ഒക്കെ ആയിട്ടാണല്ലോ. അപ്പം കുറച്ചൊന്നും എനിക്ക് അങ്ങനത്തെ ക്യാരക്ടറാണ് കിട്ടാറ്. ഒരു അതെ അതെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു റൊമാൻറ്റിക് ഹീറോ. ആ ചിരിയാണേലും എന്താ പറയുന്നത്, പൃഥ്വിരാജ് അല്ലേ? പൃഥ്വിരാജ് മാറി നിൽക്കുന്ന റംസാനെ പോലെ ഉണ്ട്. എല്ലാരും പറയാറുണ്ടോ? കൊറേ ആൾക്കാര് പറയാം റംസാൻ മാസമല്ലേ ആക്ടർ. റംസാനെ പോലെ ഉണ്ട്, ഒരു സാമ്യം നല്ല. അല്ല
അത് മതിയില്ലേ കണ്ണട വെച്ചോന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വെച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളപ്പോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. വീട്ടിൽ നിന്ന് നിങ്ങളെക്കാളും കൂടുതൽ അപ്പൊ സപ്പോർട്ട് തീർച്ചയായും എന്റെ അയൽവാസിയാണ്. അപ്പൊ അതിൻ്റെതായുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. ബുദ്ധിമുട്ടല്ല, അവനിപ്പോ ഫോൺ എടുത്തില്ലാന്നുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എനിക്കധികം എത്തിപ്പെടണം എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഹാപ്പിയാവും. അപ്പൊ അങ്ങനെയുള്ള ഈ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമെന്നാണ് എനിക്ക്. ഇനിയിപ്പോ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എത്രത്തോളം ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇവന്റെ ആഗ്രഹം എനിക്ക് പഠിക്കുന്ന സമയത്ത് അറിയാം. ഞങ്ങൾ 5 വർഷം ഒന്നിച്ചിട്ടുണ്ടായിരുന്ന. എന്താ ആഗ്രഹം? രണ്ടാൾ സിനിമ നടനാവണം. സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യണം. ഓഡീഷന് പോയിക്കുന്ന തോന്നുന്നു. ഞാൻ ഒരു ഓഡീഷന് പോയിട്ടുണ്ട്. അല്ല നമ്മള് ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോ ക്യാമറ അതേപോലെ തന്നെ ടെക്നീഷ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവര് എന്താ പറയാ സ്റ്റാർട്ട് ക്യാമറ റോളിങ് ആക്ഷൻ അങ്ങോട്ട് പറഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഞാൻ എന്റെ വേറൊരു സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടുകൂടെ ഞാൻ പോയി. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു വിഷയം തന്ന് അത് ഞങ്ങൾ എന്താ പറയാ ഒരു ഏതെങ്കിലും ഒരു മൂലക്ക് പോയിട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് അവിടെ പ്രസന്റ് ചെയ്യാനുള്ള പരിപാടി. എന്തായിരുന്നു വിഷയം തന്നെ? വിഷയം രണ്ട് ക്യാരക്ടർ ഒരാളോട് നിൽക്കുന്നത്, ഞാനവിടെ പോയിട്ട് ആളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം. അവസാനം അയാളെ കയ്യിൽ നിന്ന് അടി കിട്ടണം. അങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം അടി കിട്ടിയിട്ട് പിന്നെ അവിടെ രണ്ടുപേരും കൂടി പിടിയും വിലയായിട്ട് അതങ്ങനെ അവിടെ അങ്ങനെ ഇതാക്കുന്ന സീനാണ്. പക്ഷെ ഞങ്ങൾ ഡയലോഗൊക്കെ മറന്നുപോയി. പിന്നെ ഒരുവിധം അത് എന്തൊക്കെ പറഞ്ഞാണ്ട് വൈൻഡപ്പ് ചെയ്ത് നിർത്തി. ആരായിരുന്നു എന്റെ ഡയറക്ടറൊക്കെ? അതിന്റെ ഒരു നെമിബു എന്ന് പറഞ്ഞൊരാള്. അപ്പൊ അന്ന് കിട്ടിയില്ല. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്താലേ കിട്ടും. അപ്പൊ ഓഡീഷൻ ഇങ്ങനെ നിങ്ങളൊക്കെ ഓഡീഷന് പോയിട്ടുണ്ടോ? ഞാൻ നാട്ടിലൊരു മൂവിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ റോള് വന്ന് ഏകദേശം ഓൾമോസ്റ്റ് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിപ്പോ പെട്ടിയിലിരിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അഭിനയിച്ചോടുകൂടി സൈഡിൽ കൂടി പോകുന്നുള്ളൂ. നാഗപ്പറമ്പ് എന്ന സ്ഥലത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പൊ ഞങ്ങള് ഷൂട്ടിംഗ് കാണാൻ പോയതാ. അപ്പൊ ഞങ്ങൾക്കൊരു ജേഴ്സി ഒക്കെ തന്നിട്ട് ജസ്റ്റ് ക്രൗഡിന്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ചോദിച്ചാൽ അങ്ങനെ ഞാൻ മോൻ കാണിച്ചിട്ടുണ്ട് ചെറിയൊരു. ഇനിയിപ്പോ നിങ്ങൾ റീലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോ റീലൊക്കെ ചെയ്യുന്നവരിപ്പോ സിനിമയിലൊക്കെ കേറുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ചാൻസ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായും നമ്മൾ അങ്ങനെയല്ല ഇപ്പൊ ചെയ്തു തുടങ്ങിയതൊന്നും അങ്ങനെയല്ല. നമ്മള് കാണുന്നതല്ല, നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുന്ന റീൽസ് ഒഴിവ് സമയത്ത് ആ കാണുന്നത് ഞങ്ങള് ചെയ്യുന്നതാക്കി. ആ സമയം ഞങ്ങള് റീൽ ചെയ്യുന്നതാക്കി, മറ്റുള്ളവരെ കൊണ്ട് കാണുന്നതാക്കി. സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ആ ഒരു സമയം ഞങ്ങളിത് ചെയ്യാൻ തീരുമാനിച്ചു. റീൽ ചെയ്യാൻ തീരുമാനിച്ചു, മറ്റുള്ളവരെ കൊണ്ട് കാണിക്കാൻ തീരുമാനിച്ചു. ഞാൻ പിന്നെ ഈ +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെക്കന്മാരുടെ കൂടെ ഇങ്ങനെ റീലൊക്കെ ചെയ്യും. ടീം KDZ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ടിനുണ്ട്. അപ്പൊ അതിലിപ്പോഴും കാണാൻ ഒരു വീഡിയോ. പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ കുറച്ച് ലെങ്തി ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത് ഇപ്പൊ കാണാനില്ല. ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു കൂട്ടായ്മ ഉണ്ട്, വേപ്പിലാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സുകളൊക്കെ കട്ട് ചെയ്യണം. നമ്മള് പൂക്കാനാണെങ്കിലും ഒരുമിച്ച് ഇപ്പൊ 3 പേരും കൂടിയാൽ ഒരാൾ എയർലിൽ എന്ന് പറഞ്ഞ പോലെ പൂക്കാനായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതേപോലെ എല്ലാവരും കട്ട നിൽക്കുന്ന ചെങ്ങായിമാരാണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ ശരിക്കും നിങ്ങൾ 4 ഇപ്പൊ നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. രണ്ടുപേരും കുട്ടിക്കാലം തൊട്ട് ഫ്രണ്ട്സ് ആണ്. തീർച്ചയായും ഞങ്ങളെ കൂടുതൽ ഒരാൾ കൂടെ ഉണ്ട്, നവാസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ 3 കട്ടക്ക് 8 മുതൽ ഒരുമിച്ചാണ്. പിന്നെ നവാസ് ഡിഗ്രിക്കാണ് ഞങ്ങളുടെ ഡിഗ്രി കൂടുന്നത്. ഇപ്പൊ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് 3 കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായിരുന്നു ജോലിയൊക്കെ? ബിസിനസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് മലപ്പുറം കോഴിക്കോട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോ ഇവരിങ്ങനെ ഒരു ക്ലാസ്മേറ്റ് ഞങ്ങൾ ഇങ്ങനെ. അപ്പൊ എന്താ ശരിക്കും റീൽ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോ അക്കൗണ്ട്സ് ആണ്, അക്കൗണ്ടന്റായിട്ട് വർക്ക്. മോഡലിംഗും കാര്യങ്ങളൊക്കെ. ഗൾഫിലേക്ക് പോയിട്ട് എന്താ പ്രവാസ ജീവിതം ഇഷ്ടപ്പെടാത്തോണ്ട് തിരിച്ചു വന്നതാണോ, അതോ ഈ പാഷൻ ആയതുകൊണ്ടാണോ മോഡലിംഗും സിനിമയൊക്കെ? എനിക്ക് പാഷൻ മോഡലിംഗ്, ഈ സിനിമ ഷൂട്ട് ഇതൊക്കെയാണ്. പിന്നെ അവിടെ ഒരു കെട്ടിട്ട് ജീവിതത്തിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങാനുള്ള പ്ലാനുണ്ട്. ഞങ്ങളുടെ അവരൊപ്പം കൂടിയിട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണ്. പിന്നെ നമ്മുടെ ഈ ലഹരിനെ ഇതിനെ കുറിച്ച് പറയാന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ അന്ന് ഒരു ഞങ്ങളൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്കുന്നത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ വാട്സപ്പ് നോക്കിയപ്പോഴാണ് നമ്മൾ അടുത്ത 5 പേരെ കൊന്നിട്ട് അഫാൻ എന്ന് പറഞ്ഞ ശരിക്കും ഇതായിപ്പോയി. നമ്മള് ഇതന്നെ നമ്മള് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ റീലായി എത്തിക്കുന്നു. അപ്പോഴേക്കിന് അടുത്തൊരു വാർത്ത, അതും ഒരു 5 ആളെ കൊന്ന് ഉമ്മാനെയും അടിച്ചിട്ട് ഉമ്മ മരിച്ചില്ല, അങ്ങനെയുള്ള ഒരു വാർത്ത ഒക്കെ വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. എന്നിട്ട് അവന്റെ ഇത് റിപ്പോർട്ട് വന്നപ്പോ അവനും ഇതാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു കാട്ടിക്കൂട്ട്. നമ്മളിപ്പത്തെ സമൂഹം ഒരുപാട് പേടിക്കേണ്ടിയിരിക്കുന്നത്. ഇന്നലെ ഇപ്പോ
ഇവിടെ കോഴിക്കോടാ താമരശ്ശേരി ഇവിടെ തലക്കടിച്ച വിദ്യാർത്ഥി കൊന്നല്ലോ. ഡ്രഗ് കണ്ട് കയറി കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യരില്ല, ആ വാപ്പില്ല ഉമ്മല്ല, ആ ഒരു മൈൻഡ് കണ്ട് എത്തുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് ആ ഉമ്മാനെ തലക്കടിച്ച് കൊന്ന് അത് ഇത് ഇപ്പൊ മറ്റേ കുട്ടീൻ്റെതേ അപ്പൊ ആ ഒരു വോയിസ് ഒക്കെ കേട്ടില്ലേ, അവനെ ഞാൻ ഇങ്ങനെ കൊല്ലാൻ വിചാരിച്ചതായിരുന്നു എന്നുള്ളതൊക്കെ ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ അടുത്താണ് കേൾക്കുന്നത്. 15 വയസ്സുള്ള ഒരാളങ്ങനെ പറയോ? ഇത് ഗവൺമെന്റ് നന്നായി നോക്കേണ്ട ഒരു ഏരിയ ആണ് ഇത്. ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മളും നോക്കണം. അതിൽ വളരെ പാളിച്ചുള്ള ഒരു ഗവൺമെന്റ് ബാൻ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഗവൺമെന്റിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നമ്മുടെ നാട്ടിലും തന്നെ നമ്മൾ അറിയുന്ന ഒരുപാട് ഷോപ്പിൽ ഇത് ഇത് ഡ്രഗ്സ് അല്ല എന്നാലും അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഓരോ സ്കൂളിന്റെ മുമ്പിലൊക്കെയാണ്. അതെ അതെ, ചോക്ലേറ്റിനകത്ത് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇങ്ങനൊക്കെ വരുന്നുള്ള നമ്മൾ തന്നെ അറിയുന്നില്ല. ഇതിന് അഡിക്റ്റ് ആണ്. ചേച്ചി അത് ആ ഫോൺ തരും. ഈ ഫോണ് എനിക്ക് തന്നു. ഇത് പോലീസ് നമ്മളെ വിഭാഗം ഇത് ഇവര് പിടിച്ചെടുത്തു. എന്തുകൊണ്ട് എനിക്ക് തന്ന ആളെടുത്ത് എത്തുന്നില്ല? എന്നിൽ നിൽക്കുന്ന എന്തുകൊണ്ടാ? അത്ര ചിന്തിച്ചാൽ മതി. സോഴ്സ് എവിടെ കാണുന്നില്ല വെച്ചാൽ അത് അന്വേഷിച്ച് പോകുന്നില്ല. അത് ആരെടുത്താണ് കിട്ടിയത്, അവരെടുത്താണ് നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. നിയമ സംവിധാനം ഒരുപാട് ഇനിയും മാറണം. കാരണം സ്വന്തം അച്ഛനെയും അമ്മനെയും പെങ്ങളെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലഹരിന്റെ പങ്ക് അത്ര ചെറുതൊന്നല്ല. ശരിക്കും ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ ഉമ്മയൊക്കെ കൊന്ന വാർത്ത കേട്ടിട്ട് ആ വാർത്ത കേട്ടതിന് മുൻപ് തന്നെ ആണോ ഒരുപാട് ഇതുപോലെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്? അതിന് ശേഷം വന്നപ്പോഴാണല്ലേ ഭയങ്കര ഹിറ്റ് ആയത് ഈ ഒരു കണ്ടന്റ്? അഭിലാഷിത കണ്ടന്റ് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഈ കേസ് ഇങ്ങനത്തെ കേസ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിലേക്ക് ചിന്തിച്ചത്. കാരണം എല്ലാരും റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് വെറുതെ വേറെ ഒരാളെ ഉപദേശിച്ചടാ നീ നന്നാവില്ല, എല്ലാരും ഇതാണ് നോക്കിയിരിക്കുന്നത്. ഫാമിലിക്ക് എത്തും, പിള്ളേർക്ക് എത്തും, എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കല്ലേ. മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ ഒരുപാട് നല്ലത് ഇങ്ങനത്തെ റീൽസ് ആണെന്നുള്ള ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ട് പറയുന്നല്ല. തീർച്ചയായും ഇങ്ങനെ ഇതാണെന്നുള്ള ഇപ്പൊ വേറെ പല മക്കളും ചെയ്യുന്നുണ്ട് ഇത്. തീർച്ചയായും അതൊക്കെ നമ്മൾ ഈ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ്. കാരണം ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ നല്ലത് ഇങ്ങനത്തെ റീലാണെന്നുള്ളത് നമുക്ക് തീർച്ചയായും ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് തെരഞ്ഞെടുത്തു. ഇനിയിപ്പോ ഞങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നതും ഇതിനെതിരെ ഉള്ളൊരു വീഡിയോ തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കെതിരെ അത് ആര് എന്ത് എതിർത്താലും അതിനെതിരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ മാലാക എന്ന് പറഞ്ഞു മലപ്പുറം മഞ്ചേരി ഉണ്ടായ സംഭവമാണ്. അത് ആ റീലും ഭയങ്കര വൈറലായിരുന്നു. അത് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അത് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ്. കാരണം രണ്ടാളും ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതെന്താ വെച്ചാൽ രക്ഷിതാക്കൾക്കുള്ള ഒരു ഇതാണ്. മക്കളെ മനസ്സിലാക്കിയിട്ട് വേണം എന്തിനും വിവാഹം ചെയ്ത് കൊടുക്കാൻ. ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാണോ എന്ന് ചോദിക്കുന്നുണ്ട്, ആത്മഹത്യനെ സപ്പോർട്ട് ചെയ്യാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനല്ല. ഇത് അവർക്ക് ഇനിയിപ്പോ രണ്ടാള് തമ്മിൽ സ്നേഹമാണ്, അവര് തമ്മിൽ ഒന്ന് ചോദിക്കുക, പറയുക, അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലും ഇല്ല. വേണ്ട അത് നടക്കൂല എന്ന് പറയാണ്. മറിച്ച് ഇതൊന്ന് ഒരു വാശി, മാതാപിതാക്കളുടെ ഒരു വാശിയാണ്. ഞങ്ങളുടെ അഭിമാനം അന്തസ്സ് അത് പോയിട്ടുള്ള പരിപാടിക്കും നിൽക്കില്ല. പ്രണയം എന്ന് പറയുന്നത് ജാതിയും മതവും ഒന്നും നോക്കാതെ ആയിരിക്കണം എന്നുള്ള മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നോക്കാതിരിക്കും, അത് വേറെ വിഷയം, വേറൊരു തലം തന്നെ. പ്രണയം തെറ്റാന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ ഇവന് പ്യുവർ നല്ലൊരു പയ്യനായിക്കോട്ടെ, ഇത് ഞാൻ ഇവനെ പ്രണയിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ ഒരു കേസിൽ ഞാനൊരു രക്ഷിതാവ്, ഒരു വാപ്പയാണ് ഞാൻ. പിന്നെ മോള് ഒരു ഫ്രോഡിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇത് ആ പയ്യനെയാണ് ഞാൻ അവിടെ എതിർക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ പ്രണയത്തെ എതിർക്കുക. അത് നല്ലതായാലും ചീത്തായാലും പ്രണയത്തെ എതിർക്കുന്ന. അവന് നല്ലതാണോ ചീത്താണോ കൂടി ഇവരെ അന്വേഷിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും സമൂഹത്തിൽ നന്നാവണമെന്നൊന്നും അങ്ങനല്ല, അങ്ങനെ അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു തിരിച്ച് ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഇതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് മെസ്സേജ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ അത് വെക്കുന്നില്ല, നമ്മൾ അതിനെതിരെ തന്നെ ഇനിയും വീഡിയോ ചെയ്യാനുള്ള തീരുമാനം. അതിജീവിച്ച് മുന്നോട്ട് പോകും. ഇപ്പൊ ഷാന്റെ കേസ് പറയുകയാണെങ്കിൽ ജാൻമണി ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, രഞ്ജിമാർ അതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഷിയാസ് കരീമിനെ വിളിച്ചു വരികയാണ്. ഇപ്പൊ കുറച്ച് മുമ്പ് ഷിയാസ് കരീമെ വിളിച്ചിരുന്നു. ജാൻമണിയൊക്കെ എങ്ങനെയാണ് കണക്ഷൻ? കൊച്ചിയിലൊക്കെ ആയിരുന്നല്ലോ. പുള്ളിനായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. ആ സമയത്തുള്ള പരിചയമാണ്. മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആ ഒരു കണക്ഷനാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളി. അങ്ങനെയുള്ള പരിചയമാണ്. വേറൊരു കാര്യം പറയാൻ മറന്നിട്ടാ, ബിഗ് ബോസിൽ എൻ്റർ ആവണമെന്നാണ്
ബിഗ് ബോസ് കണ്ടന്റ് ആവണമെന്നാണ് ആഗ്രഹം. ഏറ്റവും ഷോർട്ട് കട്ടാണ് ഇപ്പോൾ സിനിമയ്ക്ക് ഉണ്ടാവാനുള്ള ഏറ്റവും ഷോർട്ട് കട്ടാണ് ഇപ്പോൾ ഫെയിം ആവാൻ വേഗം പെട്ടെന്ന് പറ്റും. പിന്നെ നല്ല അലമ്പ് സ്വഭാവമായാൽ മതി. അത് പിന്നെ നമുക്ക് ഇതാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വഭാവമായിട്ട് ബിഗ് ബോസ് കിട്ടും. അല്ല ഓൾറെഡി അങ്ങനെയാണ്. ഇവർ മൂന്നാളും കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ എനിക്ക് കിട്ടും. ഇവർ എനിക്ക് കോമ്പറ്റീറ്റർ ആയാൽ ഇവർക്ക് കിട്ടും. അലമ്പ് സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് പോകാനാണ് ആഗ്രഹം. അവന്റെ ആഗ്രഹം. ഞങ്ങൾ ഇന്റർവ്യൂ തുടങ്ങുന്ന മുമ്പേ പറഞ്ഞു നല്ല തള്ളു തള്ളിക്കൊണ്ടിന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭാഗമായിട്ട് പക്ഷെ നമ്മള് സിനിമയാണ് വരുന്ന എല്ലാവരും ആഗ്രഹം അതന്നെ. സിനിമയാണ് ബിഗ് ബോസ് പോലെ സിനിമ. അപ്പൊ നിങ്ങളെ ഇനി എന്താ പറയുക മുന്നോട്ട് എന്താണ് ഭാവിയിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഒരു ഇഷ്ടം? എന്താണ് ഭാവി പരിപാടികളൊക്കെ ഇനി എങ്ങനെയാണ്? ഭാവി പരിപാടി എങ്ങനെ എന്തെങ്കിലും ബിസിനസ് വേണം, പിന്നെ മൂവിലോട്ട് എൻ്റർ ചെയ്യണം. മൂവിലോട്ട് എൻ്റർ ചെയ്താല് നമുക്ക് ഏൺ ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് വേണ്ടേ? അത് നമ്മൾ എന്തായാലും നമ്മുടെ ഫാമിലിയിൽ നോക്കാനൊക്കെ സേഫ് ആയിട്ട് ചെയ്യാൻ നമുക്കൊരു ബിസിനസ്സോ എന്തെങ്കിലും വേണം. പിന്നെ മൂവി നമ്മുടെ പാഷനായിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഒരു കാര്യമാണ്, എനിക്ക് എന്റെ ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്, ഫായിസ് എന്ന് പറയും. പക്ഷെ ആള് ഈ ഫിലിമോഗ്രാഫിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയത്. പക്ഷെ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്നുണ്ട് പിന്നെ അങ്ങനെ വിട്ടുപോയി. പിന്നെ നാട്ടിലുണ്ട് കേട്ടോ, അഭിനയിക്കാൻ എല്ലാവർക്കും താല്പര്യം ഒരുപാട് പേരുണ്ട്. സപ്പോർട്ട് ഇല്ലാത്തത് ഞാൻ മാത്രമാണ്. അല്ല ഞാൻ എന്റെ ഏട്ടന്റെ കാര്യം മാത്രം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ഇവരാട്ടാ. കഴിഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ചങ്ക് ഫ്രണ്ട്സ് ഇവരാണ് എന്നെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് വിളിക്കുവോ? ഇപ്പൊ ഇവരുടെ കല്യാണത്തിനൊക്കെ പോയായിരുന്നു, ഷിയാസ് കരീമിന്റെയും ജയാന ഹമീദിന്റെ ഒക്കെ. വിളിച്ചായിരുന്നോ? ഇവിടെ ഇല്ല, ഗൾഫിലെ. അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. ഷിയാസ് കരീമൊക്കെ ഒരുപാട് ഓരോ വിവാദങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നോട് കുറെ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു, ഞങ്ങൾ ഒരുമിച്ചുള്ള സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ചോദിച്ചിരുന്നു എന്താണ് ഷിയാസിന്റെ വിഷയം എന്നൊക്കെ. നമ്മളുള്ളത് പറയും, നല്ലത് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണുന്നവരോട്? ഞങ്ങളിനി വരും ദിവസങ്ങളിൽ ഇനി ഇതേപോലെ റീൽസ് ഒക്കെ ആയിട്ട് വരും. അതിലായിരിക്കായാലും ഇനിയിപ്പോ കോമഡി ഞങ്ങൾ അങ്ങനെ ഇന്ന കണ്ടന്റ് മാത്രം പിടിക്കുന്നത്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് പിടിക്കാൻ തന്നെയാണ് താല്പര്യം. ഒരു ദിവസം 6 കണ്ടന്റ് എടുക്കണം, അതാണ് നമ്മുടെ ഒരു മെയിൻ കണ്ടന്റ് പ്രശ്നം. ബാക്കി 6 ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്, ക്ഷമിക്കുക. കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ സപ്പോർട്ട്, ഇതേ സപ്പോർട്ട് തുടരാം. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇട്ട് എല്ലാവർക്കും നമ്മൾ ഒരു കമന്റ് വരുമ്പോ അവിടെ 4 വ്യൂസ് കൂടാണ്. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ കുത്തി സംസാരിച്ചാൽ ഞാൻ പിന്നെ ഇപ്പോൾ തന്നെ വന്നിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അതിന് റിയാക്ട് ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞത് ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അതിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ പറയാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ പ്രതികരിക്കാം. അല്ല സംഭവം ശരിയാണ്. അത്രയും കമന്റ് വന്നിട്ട് ഞാൻ അതാക്കില്ല. എനിക്കിങ്ങനെ കുത്തിയെന്ന് തോന്നിയത് മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ അല്ല അങ്ങനെയല്ല കൊടുക്കണല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നമ്മള് ഒരു വശം ഒരു നല്ലതും ചീത്തയായിട്ട് ഉണ്ടാവും. എല്ലാം അഭിമുഖീകരിക്കാം. അതിനെ എല്ലാം കേട്ടിട്ട് എല്ലാം കേട്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്നതാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി തെറിയായിട്ടും ഉമ്മാക്കുപ്പാക്കൊക്കെ പറയുന്ന. കാരണം അവരെന്താ പറയാ, അവര് വീട്ടില് നമ്മള് വീഡിയോ ചെയ്യാൻ പോയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു കേൾവി കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കണ്ടിട്ട് പറയുന്നുണ്ടാവും കണ്ടു പഠിക്കും പിള്ളേരെ, കണ്ടു പഠിക്കുന്ന. പേഴ്സണായിട്ട് അഭിപ്രായം എന്താ വെച്ചാല് അങ്ങനെ വന്നാലും നമ്മളതിന് പ്രതികരിക്കാതെ ഇരിക്കലാണ് എന്റെ ഞാനും കാണുന്നതാണ്. പലതും വിളിച്ചിട്ടും കമന്റ് വരില്ലേ, കുണ്ടൻ ഗേ ഒരുപാട് ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ ശരി സ്മൈൽ ഇട്ട് കൊടുക്കും, താങ്ക് യു, അത്രേ പറയുള്ളൂ. കൊറേ നമ്മൾ അങ്ങനെ ഡിബേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സമീപിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇവന് ഓക്കെ അല്ല, അവൻ അങ്ങനല്ല. ഓനക്ക് ഒരുപാട് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് ഓനക്ക്. പക്ഷെ അങ്ങനെയുള്ള ഇഷ്ടമല്ല. പക്ഷെ എന്താണ് ഓൻ അതിനെ ബഹുമാനിക്കുന്നുണ്ട്, ആ ഒരു വിഭാഗത്തെ. കാരണം ഓനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനത്തെ. നമ്മളത് സൊസൈറ്റി നോക്കേണ്ട ആവശ്യമില്ല, അത് അവരുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ സപ്പോർട്ട് അങ്ങനെ ആണെന്ന് ആൾക്കാർ പറയുന്നു. വിമർശിക്കാൻ നമുക്ക് ഇതില്ല. ഞാൻ അംഗീകരിക്കണോ വേണ്ടത് എന്റെ തീരുമാനം. അവർ വിമർശിക്കാൻ ആ വിഭാഗത്തെ ഞാൻ അംഗീകരിക്കണം എന്നുള്ളത് എന്റെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ അവർ വിമർശിക്കാനുള്ള അവകാശം എനിക്ക്. അതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഞാൻ ഒന്നാമത് ഈ ഇങ്ങനെ ബോഡി കാണിച്ചുള്ള ഫോട്ടോ ഒക്കെ ഇടുമ്പോ എനിക്ക് തോന്നുന്നു ഗേൾസിനെക്കാൾ കൂടുതൽ ബോയ്സാ വരുന്നത്. ഈ ബോഡി കണ്ട് ആകൃഷ്ടമായിട്ട് വരുന്നതായിരിക്കും. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? അല്ല അത് അതിലവനെ സംഭവിക്കണം കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്ന. ഇപ്പൊ നമ്മളതാണെങ്കിലും ഇവൻ്റെതാണെങ്കിലും ഒക്കെ ഇതൊക്കെ വയർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ അത്രക്കും ഇവൻക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ അവനെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള
ഇവന്റെ ഹാർഡ് വർക്ക്, ഇതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക്, അത് ജിമ്മിൽ അത് എന്താ വെച്ചാൽ അവന്റെ പ്രൊഫഷണൽ അതാണ്. ഓൻ അത് വിട്ട് കളിക്കുന്നില്ല, മനസ്സിലാക്കണം. അവന്റെ ആ ഒരു ഫാഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. നേരെ മറിച്ച് എനിക്കൊരു പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഇരിക്കും, ഞാൻ അതിന് പോകൂല. അപ്പൊ ഒരുപാട് വീഡിയോ ആയിട്ട് ഇനിയും വരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.